ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുണ്യം പൂക്കും നോമ്പുകാലമാണ്. ഈ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളെ ഏറ്റവും വിശുദ്ധിയോടുകൂടി ഒരുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. നമ്മെ വെറുക്കുന്നവരെ, നമ്മെ തകർത്ത് കളഞ്ഞവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇന്നത്തെ വചനഭാഗത്തിലൂടെ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ ആ വാക്ക് കേവലം ഒരു വാക്ക് മാത്രമായിരുന്നില്ല. ആ വാക്കിന്റെ വില അവിടുന്ന് നൽകിയത് കാൽവരിയിൽ തന്റെ രക്തം കൊണ്ടാണ്. തന്റെ കൈകളിലും കാലുകളിലും ആണി തറച്ചവരോട്, കുന്തത്താൽ തന്റെ മാറ് പിളർന്നവരോട്, പെറ്റമ്മയുടെ മുന്നിൽ തന്നെ നഗ്നനാക്കി മർദ്ദിച്ചവരോട്, എന്തിനേറെ പറയുന്നു, ഉയിരുപോലെ നിഴലായി കൂടെ നടന്ന ചങ്ങാതി പോലും തന്നെ ഒറ്റിക്കൊടുത്തപ്പോഴും തന്റെ പിതാവിനോട് അവരോട് ക്ഷമിക്കണമേ എന്നാണ് ഈശോ പ്രാർത്ഥിച്ചത്. ദൈവം തന്റെ സൂര്യനെ നീതിമാന്റെ മേലും നീതി കെട്ടവന്റെ മേലും ഒരുപോലെ ഉദിപ്പിക്കുന്നെങ്കിൽ, പാപിയുടെ മേലും നീതിമാന്റെ മേലും മഴയെ ഒരുപോലെ പെയ്യിക്കുന്നെങ്കിൽ, പ്രകൃതിക്ക് വിവേചനമില്ലെങ്കിൽ, കുരിശിലെ സ്നേഹത്തിന് അതിരുകളില്ലെങ്കിൽ, പകയുടെ മതിലുകൾ നാം എന്തിനാണ് പണിയുന്നത്? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവീനെന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ, പരിപൂർണത എന്നതുകൊണ്ട് പകയില്ലാത്തൊരു ഹൃദയം ഉണ്ടാവുക എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഈ നോമ്പ് നാളുകളിൽ നമുക്കേവർക്കും പകയില്ലാത്തൊരു ഹൃദയം ഉണ്ടാകട്ടെ. അതിരുകളില്ലാതെ ഏവരെയും സ്നേഹിക്കാൻ സാധിക്കട്ടെ.